എല്ലാവരെയും യു പ്ലാന്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ മികച്ച ഒരു ഇൻഡോർ പ്ലാന്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കലേസിയ റിപ്പൻസ് എന്ന ഈ ചെടി പർപ്പിൾ ടർട്ടിൽ വൈൻ പ്ലാന്റ് എന്നും പർപ്പിൾ ചെയിൻ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ ഇലയുടെ മുകൾ ഭാഗം പച്ച നിറത്തിലും താഴ്ഭാഗം പർപ്പിൾ കളറിലുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് പർപ്പിൾ ചെയിൻ പ്ലാന്റ് എന്നറിയപ്പെടാൻ കാരണം. ഇത് ഏറ്റവും എളുപ്പത്തിൽ പരിപാലിക്കാനും വളർത്താനും സാധിക്കുന്ന ഒരു ചെടി ആയതിനാൽ തന്നെ വീടുകളുടെ അകത്തളങ്ങളിലും ഓഫീസുകളിലുമൊക്കെ നല്ല രീതിയിൽ വളർത്താൻ സാധിക്കുന്ന ഒരു ചെടി തന്നെയാണ് കലേസിയ റിപ്പൻസ്. കലേസിയ റിപ്പൻസ് എന്ന ചെടിയുടെ പരിപാലനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലങ്ങളിൽ വെക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. തീവ്രമായിട്ടുള്ള സൂര്യപ്രകാശം അടിക്കുന്നത് ഇലകളെ കരിച്ചു കളയിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ ചെടി നനയ്ക്കുമ്പോൾ അധിക നേരം വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്. മിതമായ രീതിയിൽ വെള്ളം നൽകേണ്ടതും മണ്ണിൽ ഈർപ്പം നിലനിർത്തുന്നതിന് ശ്രദ്ധിക്കേണ്ടതുമാണ്. വെള്ളം വറ്റിപ്പോകുന്ന നല്ല ഗുണമേന്മയുള്ള മണ്ണ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. മണ്ണ്, മണൽ, ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി എന്നിവ ചേർത്തിട്ടുള്ള നടിയിൽ മിശ്രിതം തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ളത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്. ഇതിൻ്റെ ഏറ്റവും താല്പര്യമുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് ഇത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പ്രോ ടിപ്പ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്യുന്നതിലൂടെ ഇലകൾ തഴച്ചു വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമിതമായി വളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടെ കൊഴിയുന്ന ഇലകൾ വെട്ടിമാറ്റുന്നതും ഉണങ്ങിയ ഇലകൾ മാറ്റിക്കൊടുക്കുന്നതും ഈ ചെടിയെ വളരെ മനോഹരമാക്കാൻ വേണ്ടി സഹായിക്കും. ഇതിൻ്റെ ശിഖരങ്ങൾ കട്ട് ചെയ്ത് നടുന്നതിലൂടെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ സാധ്യമാവുന്നത്. വർഷത്തിലൊരിക്കൽ മണ്ണ് മാറ്റി പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടുന്നത് വളരെ അത്യുത്തമമാണ്. ചെടിക്കുണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇലകൾ മങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സൂര്യപ്രകാശം കുറവാണെന്ന് കണക്കാക്കണം. ആയതിനാൽ സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ഇലകൾ പച്ചയിൽ നിന്ന് കറുപ്പിലേക്ക് മാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് കൂടുതൽ തണുപ്പോ അധികം വെള്ളമോ കാരണമായിരിക്കാം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനുള്ള കാരണം വെള്ളക്കുറവ് കാരണമാകാം. ചെടി വളർത്തുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള കൂടുതൽ ടിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.